അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ അസാത്തിദതിനാ വഅലാ മശായിഖിനാ വഅല വാലിദീന. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ദിനങ്ങളിൽ നാം പറഞ്ഞു വരുന്നത് ചെറിയ ഇബാദത്തുകളെ കൊണ്ട് വലിയ പുണ്യം കിട്ടുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളുടെ ചില പ്രത്യേക സുന്നത്തുകളെ കുറിച്ചാണ്. അവിടുന്ന് നമുക്ക് നമ്മെപ്പോലുള്ള ഇബാദത്തുകൾ ചെയ്യാൻ സമയം കുറവുള്ള ആളുകൾക്ക് വേണ്ടി നൽകിയ വലിയ വലിയ ഓഫറുകൾ. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം, ഹബീബ് തങ്ങൾ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ, ഒറ്റ മുസ്ലിമും ഇല്ല, മുസ്ലിമായ മനുഷ്യന്മാരില്ല. എങ്ങനെ? യതവല്ലഉ, അവൻ വുളു ചെയ്യും, ഫയുഹ്സിനുൽ വുളു, എന്നിട്ടോ വുളു കാട്ടിക്കൂട്ടലല്ല, എങ്ങനെയെങ്കിലും ഒരു ചെയ്യലല്ല, മറിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾക്കും ഈ ഉമ്മത്തിനും നൽകിയ വലിയ ഒരു ഇബാദത്താണ്. വലിയ ഒരു ഇബാദത്ത്, ഒരു പുണ്യകർമ്മമാണ്. ആ നിയ്യത്തിലും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടുമുള്ള നല്ല വുളു, അതാണ് യുഹ്സിനുൽ വുളു. ആ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള വുളു. സുന്നത്ത് എന്നല്ല, ചിലപ്പോൾ ഫർളുകൾ തന്നെ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാട്ടിക്കൂട്ടൽ വുളുകളാണ് നമ്മൾ ചെയ്യുക. കൈയിൻ്റെ മുട്ട് നനയാതെ പോവുക, മടമ്പൻ കാല് നനയാതെ പോവുക, അല്ലെങ്കിൽ മുഖം കഴുകുന്ന സമയത്ത് മുഖം മുഴുവനും കഴുകാതെ പോവുക. അതുപോലെ നിരവധി സുന്നത്തുകൾ നഷ്ടപ്പെടുത്തുക. തല വെറും തോണ്ടല് മാത്രം, തല മുഴുവനും തടവുന്നതിന് പകരം ഒന്ന് തടവിയാൽ മതി വുളു ശരിയാവാൻ. എന്നാലും അത്തരം സുന്നത്തുകളൊക്കെ പാലിക്കുക. അതുപോലെ വുളു ചെയ്യുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പേസ്റ്റൊക്കെ ഇട്ടുള്ള ആ ഒരു ബ്രഷ് ചെയ്യണമെന്നില്ല, മറിച്ച് അറാക്ക് കൊണ്ടൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യുക. അത് നിയ്യത്തൊക്കെ വെച്ചതിന് ശേഷം. പലരും ആ വലിയ സുന്നത്ത് ചെയ്യുന്നവരായിക്കാരം, പക്ഷെ എപ്പോഴായിരിക്കും? വുളുവിന് മുന്നേ. വുളു തുടങ്ങിയപ്പോഴാണ് നിയ്യത്ത് വെച്ചതിന് ശേഷം. ആ വുളുവിന് നിയ്യത്ത് വെച്ചതിന് ശേഷമാണ് ഈ മിസ്വാക്കൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ പരിശുദ്ധമായ ഒരു ഇബാദത്താണ് വുളു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വുളുവിനെ ആദരിച്ചുകൊണ്ട് അതൊരു ഇബാദത്താണെന്ന ബോധത്തോടുകൂടെ അത് ടോയ്ലറ്റുകളിലോ നജസിന്റെ ഇടങ്ങളിലോ ഒന്നും അല്ലാതെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ വെച്ച് കിബിലക്ക് മുന്നിട്ട് നല്ല റാഹത്തോടെ ഇഖ്ലാസോടെ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സുന്നത്തുകൾ മുഴുവൻ പാലിച്ചുകൊണ്ട് വുളു ചെയ്തു. അതാണ് ഫയുഹ്സിനുൽ വുളു. അപ്പൊ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ വുളു ചെയ്യുകയും ആ വുളു ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു, എന്നിട്ടോ സുമ്മയഖൂലു, ശേഷം അവൻ ദുആ ചെയ്തു. വുളുവിന് ശേഷം രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത്രയേ ഉള്ളൂ. വേറെ ചില റിപ്പോർട്ടിൽ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ പോലുള്ള ഇമാം തിർമിദി ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത് കാണാം. അതുപോലെ നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ച അതൊക്കെ ചെല്ലാം. പക്ഷെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത് വെറും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. നോക്കൂ നിങ്ങൾ, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് തന്നത് എത്ര ഈസി. വുളുവിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞാൽ എന്താ നേട്ടം?
ഇല്ലാ ഫുതിഹത് ലഹു സമാനിയത്തു അബ്വാബിൽ ജന്നത്തി യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. ആ മനുഷ്യൻ നാളെ ആഖിറത്തിലേക്ക് വരുന്ന സമയത്ത് അവനെ ആദരിച്ചുകൊണ്ട്, ഈ വുളൂഇനെ ബഹുമാനിച്ചുകൊണ്ട് വുളൂ ഭംഗിയായി ചെയ്യുകയും അതിനുശേഷം ഈ ഷഹാദത്ത് കലിമ, 2 ഷഹാദത്ത് കലിമ ഉരുവിട്ടാൽ എന്താ, അവനെ ആദരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ 8 വാതിലുകളും അവന്റെ മുന്നിൽ തുറക്കപ്പെടും. ഏതിലൂടെയും കടന്നു പോവാം, പേടിക്കേണ്ടുന്ന ആവശ്യം. സ്വർഗം അവന് സുനിശ്ചിതമാണ് എന്നർത്ഥം. മാഷാ അല്ലാ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വലിയ പുണ്യമാണ് എന്നല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ആ ദിക്റിന്റെ വലിപ്പവും മഹത്വവും ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അത് ചൊല്ലാൻ അവസരം കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം. എത്രത്തോളം ഇമാമിങ്ങൾ പറഞ്ഞത് കാണാൻ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഭംഗിയായി വുളൂ ചെയ്ത് ഈ ദുആ ചെയ്തത്, എന്നാൽ പോലും അവൻ എന്ത് ചെയ്യും, സ്വർഗത്തിൽ ഈ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും എന്ന് വരേക്കും ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. അതിന്റെ മഹത്വമാണ്, അത് പാലിച്ചാലുള്ള ഗുണമാണത്. അപ്പൊ ഇത് നമുക്ക് നിത്യവും ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായ കാര്യം. നമ്മൾ വുളൂ എല്ലാവരും ചെയ്യുന്നതാണ് 5 വക്തും. അതിനുശേഷം കിബിലക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ആ ഒരു സമ്മതിച്ച് പറയൽ, ആ ഒരു നമ്മുടെ അടിമത്തത്തെയും അള്ളാഹുവിൻ്റെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഒക്കെ ആ സ്ഥാനത്തെ അംഗീകരിക്കലാണ്. അത് പറഞ്ഞാൽ അവന് സ്വർഗത്തിലെ ഏത് വാതിലിലൂടെയും ഉള്ളിലേക്ക് പോകാം. പിന്നെ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ, വല്ലാത്ത ദുആയാണ് അല്ലേ. എന്ത് പാപങ്ങൾ എന്നിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് നീ തൗബ ചെയ്യാനുള്ള ഓർമ്മ തരണം, അതിനെ നീ എൻ്റെ മനസ്സിലേക്ക് ഇട്ടു തരണം, എന്നെ ഓർമ്മിപ്പിക്കണം അല്ലാ എന്നാണ്. തൗബ ചെയ്യാനുള്ള ഒരു എന്താ പറയാ ബോധമുണ്ടാവുക, തൗബ ചെയ്യണമെന്നൊരു ചിന്ത മനസ്സിൽ വരിക. പാപങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ തൗബ ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നത് വലിയ ഭാഗ്യമല്ല. അതാണ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ. പിന്നെ വജഅൽനി മിനൽ മുതതഹിരീൻ. പാപങ്ങളൊക്കെ, വലിയ വലിയ പാപങ്ങളൊക്കെ തൗബ ചെയ്ത് പൊറുക്കപ്പെട്ടാലും എൻ്റെ ഹൃദയത്തിൽ പല പോരായ്മകളും പിന്നെയും ഉണ്ടാകും. അത്തരം എല്ലാതരം ഹൃദയ മാലിന്യങ്ങളിൽ നിന്നും എന്നെ പരിശുദ്ധനാക്കി എൻ്റെ ആത്മാവിനെ നീ ശുദ്ധീകരിക്കണം. ഭൗതികവും ആത്മീയവുമായി എല്ലാതരം പൂർണ്ണ ശുദ്ധിയും എനിക്ക് തരണം. കൽബൻ സലീമാക്കി എൻ്റെ കൽബിനെ മാറ്റണം. പിന്നെ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. മാഷാ അല്ലാഹ്, വുളു എന്ന ഇബാദത്ത് ചെയ്തതിന് ശേഷം ചെയ്യുന്ന ദുആയാണ്, പടച്ചവനെ എന്നെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണം, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ പെടുത്തണം. മാഷാ അല്ലാഹ്, എന്തൊരു റാഹത്താണ് ആ ദുആ ചെയ്താൽ. ഈ ദുആ ചെയ്താൽ അവന് കിട്ടുന്ന വലിയ നേട്ടമാണ്, സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടും. വളരെ സിമ്പിളായ ഒരു കർമ്മം. അപ്പൊ അത് ശീലിക്കുക, കാണാതെ പഠിച്ചു വെക്കുക. നമ്മൾ മദ്രസയിലെ കുട്ടികളുടെ പുസ്തകത്തിലൊക്കെ അതുണ്ടാകും. ചുരുങ്ങിയത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നതെങ്കിലും കാണാതെ പഠിച്ചു വെച്ച് ആ വുളൂഇന് ശേഷം ചൊല്ലുക. പൂർണ്ണമായി ചൊല്ലിയാൽ വളരെ നന്നായി. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. ഭംഗിയായി വുളൂ ചെയ്ത് ഭംഗിയായി നിസ്കരിക്കാനുള്ള വലിയ തൗഫീക്ക് അല്ലാഹു നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകളൊക്കെ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. രോഗിയുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കട്ടെ. നമുക്ക് അല്ലാഹു ഹുസ്നുൽ ഖാത്തിമത്ത് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.